ജ്യോതിഷവിധിയിൽ അടുത്തതായി വായിക്കാൻ പോകുന്നത് തേങ്കൃഷിയിൽ നിന്നുമുള്ളതായിരിക്കുന്ന ഒരു കത്താണ്. ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. ലക്ഷ്മി എന്നാണ് പേര്. കുറച്ചൊക്കെ ജ്യോതിഷവും വശമുണ്ട്. താങ്കളുടെ ജ്യോതിഷ പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട്. എനിക്ക് പ്രധാനമായി അറിയേണ്ടത്, ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ ദീപത്തിന് തെളിച്ചം കുറവാണ്. പിന്നെ ഇടയ്ക്കിടെ കെട്ട് പോകുകയും വിളക്കിൽ നിന്ന് എണ്ണ പോകുകയും ചെയ്യുന്നുണ്ട്. സാധാരണ ഇത് മരണലക്ഷണം ആണല്ലോ. ഇത് നിമിത്തം ആകെ ഭയമാണ്. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമത്തിന് കൊടുത്തു വരുന്നുണ്ട്. എന്തെങ്കിലും ദോഷം ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ലക്ഷ്മി ടീച്ചർ എഴുതി ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജ്യോതിഷം വശമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. കാരണം സർവപ്രശ്നേഷു സർവേഷു കർമ്മസ്വപി വിശേഷത പ്രസാദേനൈവ ദീപസ്യ ഭവിഷ്യശുഭമാദിശീല എന്നുള്ള വിധിപ്രകാരം ഏതൊരു കർമ്മമാണെങ്കിലും കേരളീയ ആചാരപ്രകാരം നിലവിളക്ക് അത്യന്താപേക്ഷിതമായിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. വിളക്കും അതിൽ എണ്ണയും തിരിയും അതിൽ അഗ്നി സംയോഗവും കൂടി ചേരുമ്പോഴാണ് ദീപത്തിന് ദീപത്വം കൈവരുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ മഹാദേവതാത്മാവായിരിക്കുന്ന ദീപത്തിൻ്റെ ശുഭാശുഭ നിമിത്തങ്ങൾ അവിടെ ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികളുടെ ശുഭവും അശുഭവും അറിയിച്ചു തരുന്ന, അല്ലെങ്കിൽ മുൻകൂട്ടി അറിയിച്ചു തരുന്ന ഒരു ഉപാധിയായിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ആ വിളക്ക് ശരീരമാണ് എന്നും ആ വിളക്കിലെ എണ്ണ ആരോഗ്യമാണ് എന്നും അതിലുള്ള തിരി മനസ്സായിട്ടും ജ്വാല ആയുസ്സും ആയിട്ടാണ് പ്രധാനമായും കണക്കിലാക്കി എടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ദീപത്തിന് തെളിച്ചം കുറഞ്ഞു വരുന്നത് ദോഷം തന്നെയായിട്ടേ പറയുള്ളൂ. കാരണം ദീപസംഹത മൂർത്തിരായത നിർവീപതുർ ദീപ്തിമാൻ നിശബ്ദോ രുചിര പ്രദക്ഷിണ ഗതിര വൈഡൂര്യ ഹേമദ്യുതി എന്നുള്ളതായിരിക്കുന്ന വിധി പ്രകാരം നല്ല തടിച്ച വണ്ണത്തോടു കൂടിയിട്ടും അതേപോലെ തന്നെ ദീപത്തിന് വൈഡൂര്യത്തിൻ്റെയോ ഹേമത്തിൻ്റെയോ വർണ്ണത്തോടു കൂടിയിട്ട് നിശബ്ദമായിട്ട് ശബ്ദരഹിതം, അതായത് പൊട്ടലോ മറ്റോ ഒന്നുമില്ലാതെ നല്ല തെളിച്ചത്തിൽ കത്തുന്നതായിരിക്കുന്ന ദീപത്വത്തിനാണ് ശുഭത്വം പ്രധാനമായിട്ടും കൽപ്പിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് വാമാവർത്തോ മലിനകിരണ സസ്ഫുലിംഗോ അല്പമൂർത്തി ക്ഷിപ്രം നാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് വശം ചുഴിഞ്ഞ് കത്തുന്നതും അതേപോലെ തന്നെ പെട്ടെന്ന് കെട്ടുപോവുക, മലിനകിരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടലോ മറ്റോ കാര്യങ്ങൾ വരിക, മോശമായിരിക്കുന്ന കിരണങ്ങൾ ഉത്ഭവിക്കുക, ഇതെല്ലാം തന്നെ ദോഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദീപത്തിൻ്റെ വെളിച്ചം കുറഞ്ഞു വരുന്നതും പൊതുവെ ശ്രേയസ് കുറവാണ് പ്രധാനമായിട്ടും പറയാം. ഒപ്പം തന്നെ സ്നേഹോ യസ്യേഹദേഹോ ഭവതി തതുദരി വർത്തിനി വർത്തിരാത്മാ എന്നുള്ള ആ മുൻപ് പറഞ്ഞു ആ വിധി. അതിൽ തന്നെ എണ്ണ ചോർന്നു പോകുന്നതും വിളക്കിൽ നിന്ന് അഗ്നി സംയോഗം വിട്ടു പോകുക, അതായത് കെട്ട് പോകുന്നതും ആയുർദോഷത്തിനെ സൂചിപ്പിക്കാറുണ്ട്. പൊതുവെ പ്രശ്നം വയ്ക്കുന്ന സമയത്തിൽ ഇത് സൂചിപ്പിക്കാറുണ്ടെങ്കിലും നിങ്ങൾ ജ്യോതിഷം അറിയുന്ന വ്യക്തിയായിരിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ദീപലക്ഷണം നോക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും കണക്കിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു പക്ഷേ ഉപാസനയോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മുൻകൂട്ടിയുള്ള അറിയിപ്പാകാം ഒരു പക്ഷേ ഇത്. എന്നാലും ഇത് മാത്രം നോക്കിയിട്ട് ഒരു ലക്ഷണം പറയുന്നത് അത്ര ശുഭമല്ല. അടുത്തുള്ള സമീപത്തുള്ള ഒരു ദൈവജ്ഞനെ കണ്ട് ഒന്ന് പ്രശ്നം വെച്ച് നോക്കി ആയുർദോഷമോ മറ്റു വേറെ വല്ല രീതിയിലുള്ള ദോഷമോ വരുന്നതിൻ്റെ മുന്നറിയിപ്പാണോ എന്നുകൂടി കണക്കിലാക്കി എടുത്തത് ഫലം അറിയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. എന്തായാലും തക്ക സമയത്തിൽ തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യാൻ തോന്നിയത് നന്നായി. മൃത്യുഞ്ജയ ഹോമം നല്ലതാണ്, ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ നക്ഷത്രവും മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ എഴുതി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചിട്ട് വല്ല ദോഷങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് പറയുവാൻ പൊതുവെ സാധിക്കുന്നതല്ല. എന്തായാലും ദീപത്തിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ദോഷമായിട്ട് തന്നെ കണക്കിലാക്കിയെടുക്കാൻ നിവൃത്തി പ്രധാനമായിട്ടും കാണുന്നുള്ളൂ. മുൻപ് പറഞ്ഞ പോലെ സമീപത്തുള്ള ഒരു ദൈവജ്ഞനെ കണ്ട് പ്രശ്നം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഉചിതമായുള്ള പ്രതിവിധി ചെയ്യാൻ നോക്കുക. ഭയത്തിൻ്റെ ആവശ്യകതയില്ല.